നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ട ഒരു ആക്രമണമാണ് പഹൽഗാം ആക്രമണം. ഈ പഹൽഗാം ആക്രമണത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഈ കാശ്മീരിൽ തന്നെ ഈ കണ്ട ഭീകരവാദികൾക്ക് ഇടം കൊടുത്ത ഒരു സംഭവമുണ്ട്. അതിലിപ്പോൾ ആരൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒറ്റ കൊടുക്കൽ എല്ലാ യുദ്ധങ്ങൾക്കുമുണ്ട്. അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിലെ വിഷയമല്ല, ഇറാനിലുണ്ടായ സംഭവത്തിൽ ഇറാന്റെ ആണവ നിലയത്തെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ അവിടെ ഉള്ളവർ തന്നെ അല്ലേ ഒറ്റിക്കൊടുത്തത് എന്ന് ഇറാൻ ഇപ്പോൾ ഒരു സംശയം. മൊസാദ് പോലെയുള്ള ചാര സംഘടനകൾക്ക് ചോർത്തിക്കൊടുത്തത് അവിടെയുള്ളവർ തന്നെ അല്ലേ എന്ന് ഇറാന് തോന്നിയിരിക്കുന്നു. എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ്? അതായത് ഇറാന് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. ഭയക്കണമല്ലോ. നമ്മുടെ രാജ്യത്ത് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്കെതിരെ കളിക്കുന്നവർ ഭയക്കണം. ഭയക്കുക മാത്രമല്ല, നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുകയും വേണം. ആ ജാഗ്രത ഇറാൻ വീണ്ടും വീണ്ടെടുക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് പറയുമ്പോൾ ഇപ്പോൾ മാത്രമാണോ ചേട്ടൻ പറഞ്ഞ പോലെ മൊസാദിന്റെ ചാരപ്രവർത്തനം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ നടന്നിട്ടുള്ള കാര്യമല്ല, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ വിഷയവുമായി കണക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒക്കെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ 2007 ഇറാന്റെ മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി ജനറൽ ഉണ്ടായിരുന്നു, അലി റീസ അസ്ഗാരി. മൂപ്പരെ ഇസ്താംബുളിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുന്നുണ്ട്. അപ്പോൾ ഒരു CCTV അരിച്ച് വിറക്കി നോക്കി എന്ന് പറയുന്ന പോലെ ഓരോ അരിമണിയും വിറക്കി നോക്കി. പക്ഷേ മൂപ്പരെ കാണാനില്ല, കിട്ടുന്നില്ല. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഇറാൻ ആകെ പരിഭ്രാന്തിയിലൊക്കെ ആയി. അങ്ങനെ വിവരമില്ലാതിരുന്നത് ഏതാണ്ട് 4 വർഷമാണ്. 4 വർഷം ഈ മൂപ്പരെ കുറിച്ച്, ഈ അസ്ഗാരിയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാണ്ടിരുന്നു. അതിനുശേഷം 2011 ആണ് ഇറാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അങ്ങനെ തട്ടിക്കൊണ്ടുപോയതാണ്. ആരാണ്? മൊസാദാണ്. അപ്പൊ അത്രയിന് ശേഷമാണ് പറയുന്നത്. അപ്പൊ 2003 മുതൽ ഈ അസ്ഗാരി എന്ന് പറയുന്ന അലി റീസ അസ്ഗാരി എന്ന് പറയുന്ന ഇവരുടെ അന്നത്തെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി ജനറൽ മൊസാദിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. 2007 ഈ മൂപ്പരെ കാണാതാവുന്നു. ഈ കാണാതാവുന്നതിന് മുമ്പ് 2007 മുതൽ ആണ് കാണാതാവുന്നത്. അപ്പൊ 2003 മുതൽ ഇങ്ങനെ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതായത് 2003 മുതൽ ഈ പറയുന്ന അലി റീസ അസ്ഗാരി എന്ന് പറയുന്ന ഇവരുടെ അന്നത്തെ മന്ത്രി ജനറൽ മൊസാദിന് വിവരം കൈമാറി. പിന്നീട് 2007 ഇദ്ദേഹത്തെ കാണാതാവുകയാണ്. ഈ മൂപ്പരെ കാണാതാകുന്നുണ്ട്. 2011 ഇറാൻ പറയുന്നു മൊസാദ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. 4 വർഷം ഒരു വിവരമില്ലാണ്ടിരുന്നു. അങ്ങനെയാണ് 2011 പറയുന്നു തട്ടിക്കൊണ്ടുപോയി, അത് മൊസാദാണ് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അസ്ഗാരി പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഘട്ടം അത് വന്നപ്പോൾ മൊസാദ് മൂപ്പരെ അങ്ങ് മാറ്റിയതാണ്. മാറ്റിയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് $50 ലക്ഷം ഒരു പുതിയ ഐഡിയൊക്കെ ആയിട്ട്, പുതിയ മനുഷ്യനായി, നമ്മൾ പറയുക പുതിയ മുഖം എന്ന് പറയുന്ന പോലെ പുതിയ മനുഷ്യനായിട്ട് അസ്ഗാരി അങ്ങ് അമേരിക്കക്കാരനായിട്ട് അവിടെ അങ്ങ് കൂടി. പുതിയ ഐഡിയൊക്കെയാണ്. അപ്പോൾ അറിയുന്നില്ല. അപ്പോൾ ഈ മൊദീൻ ഉലേ തഫ്കിദീം മെയുഹാദി എന്നാണ് മൊസാദിനെ പറയുന്നത്. അപ്പോൾ മൊസാദിനെ സംബന്ധിച്ച് മൊസാദിന്റെ പ്രവർത്തനത്തെ എല്ലാവരും ഭയക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെ കടന്നുകൂടിയിട്ട് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നു യാതൊരു നിശ്ചയമില്ല. മറ്റാര് കടന്നുകൂടിയാൽ പോലും ഇത് കണ്ടുപിടിക്കപ്പെടുമെന്നിരിക്കെ ഈ മൊസാദിന്റെ ഏജൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയാൻ കഴിയില്ല. അപ്പം മൊസാദിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഉണ്ടാക്കുന്ന സേന ഉണ്ടാവില്ല, മൊസാദിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കുന്ന സേനയുടെ തലവന്മാര് പോലും മൊസാദിന്റെ ഏജന്റുമാരായിരിക്കും. അപ്പോൾ ഒരു സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന മൊസാദിനെയൊക്കെ പ്രതിരോധിക്കാൻ ഒരു സേന ഉണ്ടാക്കുന്നത്. ആ സേനയുടെ തലവൻ മൊസാദ് ഏജന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മൊസാദിനല്ല, മൊസാദിന് ഗുണം ഉണ്ടാവും, നമുക്ക് വീഴ്ച പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന സേനയുടെ തലവൻ
മൊസാദ് ഏജന്റ് ആണ്. അത് നമുക്കറിയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിട്ട് അപ്പൊ നമ്മുടെ കൂടെയുള്ള ആള് മൊസാദിന്റെ ഏജന്റായി ചാരപ്പണി ചെയ്യുന്നു. അതായത് അങ്ങനെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ അടുത്ത ബന്ധുക്കളെ ഇവര് മൊസാദ് ഇതുപോലെ ഏജൻസ് ആക്കിയിട്ടുണ്ട്. ജോർദാൻ രാജാവിന്റെ അന്തപുരത്തിലെ അംഗങ്ങളെ ഇതുപോലെ മൊസാദ് ചാരന്മാരാക്കിയിട്ടുണ്ട്. പറയുന്ന പോലെ ഇസ്രയേലിന് മാത്രമുള്ള ഒരു ചാര സംഘടനയാണ് ഈ മൊസാദ്. ഇവർ ഈ രാജ്യത്തേക്ക് കടക്കുമ്പോൾ ഇവരെ പിടിക്കാനൊന്നും പറ്റില്ല. ഇവരെ ആ കടക്കാതിരിക്കുമ്പോ പിടിക്കാതിരിക്കുന്നതാണ് അവരുടെ മിടുക്ക്. അങ്ങനെയാണ് അവരുടെ മിടുക്ക്. അപ്പോ ഈ നമ്മൾ പറഞ്ഞത് ജോർദാൻ രാജാവിന്റെ അന്തപുരത്തിലാകും. മാത്രമല്ല യാസിർ അറാഫത്തിന്റെ ക്യാബിൻ ക്രൂ അവരെയൊക്കെ മൊസാദ് ഈ പറയുന്നത് പോലെ ചാരന്മാരാക്കിയിട്ടുണ്ട്. പിന്നെ മൊസാദിന് ഒരു ഗുണമുണ്ട്, തല പോയാലും ചാരന്മാരെ ഒറ്റില്ല. അപ്പൊ പിടിക്കപ്പെടുമെന്നൊക്കെ ഉറപ്പാവുന്ന ഒരു സമയത്ത് മൊസാദ് എന്ത് ചെയ്യും, ഇവരെ ഇങ്ങ് തിരിച്ചു വിളിച്ചിട്ട് വേറൊരു ഐഡിയും അവർക്ക് വേണ്ടുന്ന പണവും ഒക്കെ കൊടുത്ത് അവരെ മറ്റൊരു രാജ്യത്ത് വേണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്ത് മുഖമൊക്കെ മാറ്റി അങ്ങനെ അവരെ മറ്റൊരാൾ തന്നെ ആക്കി മാറ്റിയിട്ട് കുടുംബാംഗങ്ങളെ സഹിതം മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും. അത്ര സേഫ് ആവും. ലക്ഷക്കണക്കിന് ഡോളറാണ്, $50 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എവിടെ ചെന്നാ നിൽക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത്തരത്തിലാണ്. അപ്പൊ ഈ ടെഹ്റാനിലെ ഈ വിഷയം ഉണ്ടായപ്പോ ടെഹ്റാനിലെ ഈ പറയുന്ന ഡ്രോൺ താവളത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ എസ്ഫജാബാദ് സൈനിക കേന്ദ്രമായിരുന്നു. അവിടെയാണ് ഈ സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറുകളൊക്കെ ഈ മൊസാദ് കൊണ്ടുവന്ന് സൂക്ഷിച്ചത്. ഇറാന്റെ തലസ്ഥാനത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ റൈസിംഗ് ലയൺ ഉണ്ടല്ലോ, ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിനും വർഷങ്ങൾക്ക് മുമ്പേ ഈ ഓപ്പറേഷൻ ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറാൻ അറിഞ്ഞില്ല. എന്നിട്ട് പറയുന്ന കഥയൊക്കെ 2011 നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരണമെങ്കിൽ ഈ മൊസാദിന്റെ ഒരു നീക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോ 2018 ജനുവരി 31 2 ഡസൻ മൊസാദ് ഏജന്റുമാര്, മറ്റൊരു കാര്യമാണ്, 2 ഡസൻ മൊസാദ് ഏജന്റുമാര് തെക്കൻ ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ കയറുന്നുണ്ട്. എന്നിട്ട് ഇവരെന്തോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രേഖകൾ ഇവരങ്ങ് എടുത്തു, മോഷ്ടിച്ചു. അതായത് ചൂണ്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അതായത് 1999 മുതൽ 2003 വരെ അണുവായുധം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയോ അതിന്റെ എല്ലാ രേഖകളും അങ്ങ് ഇവര് കൊണ്ടുപോയി, അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇതും ഇറാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ രേഖകൾ എന്ത് ചെയ്തു, ലോറിയിൽ അസർബൈജാനിലേക്ക് കടത്തി. മൊസാദ് അസർബൈജാനിലേക്ക് കടത്തി. അപ്പൊ മൊസാദിനെ ചെറുക്കാനുള്ള യൂണിറ്റിന്റെ തലവനും ആ ടീമിലെ 20ഓളം പേരും ഒക്കെ ഈ പറയുന്നത് പോലെ ഇവര് ഡബിൾ ഏജൻസുമായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇവരൊക്കെ ഇസ്രായേലി ചാരന്മാരായിരുന്നു എന്നുള്ളത് ഇറാൻ പ്രസിഡന്റ് അന്നത്തെ 2021 അന്നത്തെ ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അഹമ്മദി നെജാദ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളുണ്ടല്ലോ 2018 ഇവർ ചോർത്തിയെടുത്തത്, ആ വിവരം ഉപയോഗിച്ചാണ് 2018 ടെഹ്റാന്റെ ആണവ ആർക്കൈവ് ഇവര് ജാം ചെയ്ത് കളഞ്ഞത്. അങ്ങനെയാണ് പിറകോട്ടടിക്കുന്നത്. പിന്നെ അവർ നടത്തിക്കൊണ്ടുവരികയാണ്. ഇനി ചേട്ടൻ പറഞ്ഞതിലേക്ക് വരുമ്പോ ഇത്രയും കാര്യങ്ങൾ ഇറാനിൽ കടന്നുകൂടി ചെയ്തിട്ടുള്ളവരാണ് മൊസാദ്. ഇറാനിൽ എന്നല്ല, ലോകവ്യാപകമായിട്ട് മൊസാദിന്റെ ഏജന്റുമാരുണ്ട്. ഇവരെ തിരിച്ചറിയാൻ യാതൊരു വഴിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ചറിയുക എന്നുള്ളത് ഇനിയിപ്പോ ഖമനേയി ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇല്ലെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര കലാപം കൂടി ഉണ്ടാകും. കാരണം ഇപ്പൊ തന്നെ എല്ലാ മീഡിയകളിലും ഒക്കെ വാർത്ത വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തത് ഈ ടെഹ്റാനിൽ നമ്മൾ പറഞ്ഞില്ലേ, റൈസിംഗ് ലയണിന് വേണ്ടിയുള്ള ഡ്രോണുകൾ കൊണ്ടുവന്ന് വെച്ചത്, ഈ മിസൈൽസ് കൊണ്ടുവന്ന് വെച്ചത് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിന് ക്ഷീണമാണ്, ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ചെയ്യാൻ ഒരു
പ്രത്യേകിച്ച് മതഭരണകൂടമാണ്. മതഭരണകൂടത്തിനെതിരെ അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ബങ്കറിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഖമനേയി പറയുന്നത്, ഇനി എനിക്ക് ഭരിക്കണം, ഞാൻ ഭരണമില്ലാതെ ഞാൻ മേപ്പോട്ട് പോകൂല എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. 83, 70ഒന്നുമല്ലേ, ഒരു 10-13 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ ഖമനേയി പറയാണ് ഇവന്മാരെ എങ്ങനെയെങ്കിലും പിടിക്കണം, പിടിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല മറ്റൊരു ഭയം കൂടി ഇറാനുണ്ട്. കാരണം ഈ അമേരിക്കയും വിശ്വസിക്കാൻ പറ്റില്ലേ, അമേരിക്കയും വിശ്വസിക്കാൻ പറ്റില്ല. ഇവന്മാര് ഈ കൈ കൊണ്ട് തടവുകയും ചെയ്യും, ഈ കൈ കൊണ്ട് തല്ലുകയും ചെയ്യും. അപ്പൊ പണി കൊടുക്കും. അപ്പൊ ഈ പറയുന്ന CIA, അമേരിക്കയുടെ CIA, അതെ, അതിനാണ് ഇപ്പൊ അവരുടെ വ്യാമത്താവളങ്ങളിലും കൂടെ ഇവന്മാരെ എല്ലായിടത്തും പോയി അല്ലേ? അതെ, അത് CIA നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ CIA ഇതുപോലെ തന്നെയാണ്. ഈ CIA ഏജൻസ് ഉണ്ടോ, CIA അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടത് ഇറാൻ പോലൊരു രാജ്യത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ഖമനേയി ഭയന്നിട്ടുണ്ട്. ഇനിയും മൊസാദ് ഏജന്റുമാര് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഖമനേയി ഇതുവരെ തട്ടിപ്പോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇനി ഡമ്മിയാണ് ഇരുന്ന് ഭരിക്കണേന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഖമനേയി ആണെങ്കിൽ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബങ്കറിലോട്ട് പോകും. ബാക്കി എല്ലാവരും അവിടെ ബോംബ് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കും, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഖമനേയിയുടെ ഉത്തരവാണ് ഇവരെല്ലാരും കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചു വരുമ്പോഴാണ് ഈ പറയുന്ന ഇസ്രയേലി ചാരന്മാരെ കണ്ടുപിടിച്ചിരിക്കുന്നത് 3 പേരാണ്. ഇദ്രിസ് അലി, ആസാദ്, റസൂൽ അഹമ്മദ് റസൂൽ. ഇവരെയൊക്കെ കൊലപാതക ഗൂഢാലോചന, ആ കൊലപാതക ഗൂഢാലോചനയിൽ ആയുധങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കൽ, ഇതൊക്കെ ചുമത്തി അവരെ അങ്ങ് തൂക്കിക്കൊന്നു. 3 പേരെ തൂക്കിക്കൊന്നു. 700 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പോ ഇറാനിൽ 700 പേര് ചാരപ്പണി പിടിച്ചവരെ 700 പേരാണ്. ഇനി മാപ്പില്ല എന്നുള്ളതാണ് ഖമനേയി പറയുന്നത്. കാരണം ഖമനേയിക്ക് അതേ പറയാൻ പറ്റൂ. മൂട്ടിന്റെ ഉള്ളിൽ കൊണ്ടൊന്ന് മിസൈൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയാനാണ്. ഇവന്മാരെ ഉണ്ടെന്ന് വെച്ചിട്ടെ ഇവന്മാരെ അവിടെ നിന്ന് നീ കളിക്കുക എന്ന് പറയും. എന്നിട്ട് അവസാനം കൊണ്ടുവന്ന് ഈ സാധനം കത്തിച്ചങ്ങ് കൊടുത്ത ഖമനേയി തീർന്നു. അപ്പൊ ഖമനേയി പറയുന്നത്, ഞാൻ ബങ്കറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവന്മാരെയൊക്കെ തട്ടിക്കളയണം എന്നുള്ളതാണ്. അപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നുണ്ട്. ഇതിനെതിരെ ജനങ്ങളും രംഗത്ത് വരുന്നുണ്ട്. ജനങ്ങൾ ആഭ്യന്തര അതുണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരു തിരിച്ചടിക്ക് വൈകിയപ്പോ തന്നെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംസാരങ്ങൾ വന്നു. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള വിഷയം അത്രയും നാശകോശമായിട്ടുണ്ട്, 2 ഭാഗത്തും നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊരു വിഷയമാണ്. ആഭ്യന്തര കലാപത്തിനുള്ള സാഹചര്യമുണ്ട്. 700 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും എണ്ണം കൂടും. ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ എണ്ണവും കൂടാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല.